റാണി എന്തുമായി കാണിക്കുന്നു? താത്തിടാൻ അതല്ല, സല്യൂട്ട് ഇങ്ങനെ അടിക്കരുതെന്ന്. സോറി സാർ. എടി, നമ്മൾ വേഷം മാറി വന്നേക്കുന്ന പോലീസുകാരല്ലേ? ഞാൻ എസ് ഐയും നീ കോൺസ്റ്റബിളും. ഈ ബാറിൽ നിന്ന് കള്ളു കുടിച്ചിട്ട് ഇറങ്ങി വരുന്നവന്മാരെ ബൈക്ക് എടുത്ത് ഓടിച്ചു പോകുമ്പോ പിടിക്കാൻ വേണ്ടി വേഷം മാറി വന്ന് നിൽക്കല്ലേ? അതെ, ഞാൻ ഒരു കാര്യം സംശയം ചോദിച്ചോട്ടെ. നമ്മൾ ഈ വേഷത്തിൽ നിൽക്കുന്നേക്കാളും നമ്മളെ യൂണിഫോം ഇട്ട് അങ്ങ് പിടിച്ചാ പോരെ? നമ്മൾ യൂണിഫോമിൽ പോലീസുകാർ നിന്നാ അവന്മാർ നമ്മുടെ മുമ്പിൽ കള്ളു കുടിച്ചിട്ട് വണ്ടി എടുത്തോണ്ട് പോവോ? ഇല്ല, അപ്പൊ ഒരിക്കലും. മണ്ടത്തരം പറയരുത്. അതിനാണ് നമ്മൾ വേഷം മാറി വന്നേക്കുന്നത്. ഓ എന്റെ സാറേ, എനിക്ക് സാറിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. ഒരുപാട് ഞാൻ പഠിപ്പിച്ചേ ഞാൻ വിടൂ റാണി. ആണോ? പഠിപ്പിക്കണോ? പഠിപ്പിക്കാം. എന്റെ സാറേ, എനിക്ക് വേറൊരു സംശയം കൂടെ ഉണ്ട്. എന്താണ് സംശയത്തിന്റെ ഘോഷയാത്രയാണല്ലോ? സാർ, നമ്മളിപ്പോ ഒരാളെ പിടിച്ചു. അപ്പൊ നമ്മൾ പോലീസ് ആണെന്ന് അവരെ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും? അതിനല്ലേ ഈ പാണ്ടക്കെട്ടിനകത്ത് നമ്മുടെ യൂണിഫോമും ഐ ഡി കാർഡും ഉള്ളത്. കറക്റ്റ്. പിടിച്ചു കഴിയുമ്പോ അതെടുത്ത് കാണിച്ചാ പോരെ? പിന്നല്ല. അതെ, ഞാൻ കുറെ നേരം കൊണ്ട് നോക്കുക. അണ്ണന്റെ കാൽ നിന്നാ പറ്റി. ആക്ടിങ് അടി, ആക്ടിങ്. ഓ, ആക്ട് ചെയ്തതാണോ? എന്റെ പൊന്നണ്ണ, എനിക്ക് കുറെ പഠിക്കാനുണ്ട്. ഞാൻ എല്ലാം പഠിപ്പിച്ചേ റാണിയെ ഞാൻ വിടും. ആണോ? വയ്യ. ബൈക്കിലൊക്കെ പോയി കൂടെടാ. ഒരുത്തം വരുന്നു. ആള് വരുന്നുണ്ട്. ഉണ്ടത്. അയ്യാ, യഥാവത് താങ്കയ്യാ, പസിക്കരുത്. വേണ്ട, ഒന്നുകൂടെ അടിച്ചു. ഇത്രയും കയറ്റി ഇത് പോരാ, ഇനി ഒന്നുകൂടെ അടിച്ചിട്ട് വരാമെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞതൊക്കെ പൊളിയൂന്ന്. അവൻ ദേ കയറി പോണ്. ഇല്ല, അവൻ നമ്മളെ മനസ്സിലായില്ലല്ലോ. എന്നെ മനസ്സിലായില്ലല്ലോ. അതെ. ഇല്ലെന്നേ, പൊതുവെ ബിസിനസ് ഒക്കെ ഇപ്പൊ ഇച്ചിരി ഡള്ളാണ്. അത് ഞാൻ തിരക്കായിരുന്നു, അതുകൊണ്ടാ. പിന്നെ എന്റെ ബാറിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ വരാറില്ലായിരുന്നു. പക്ഷെ ഇപ്പം കുടിയന്മാരൊന്നും അങ്ങോട്ട് അത്ര പോരാ. അല്ല, അത് മാത്രമല്ല പ്രശ്നം. ഇവിടെ പുതിയതായിട്ടൊരു SI ചാർജ് എടുത്തിട്ടുണ്ട്. വലിയ ശല്യമാണ്. സത്യസന്ധന, 10 പൈസ മേടിക്കുന്നില്ല. ഞാൻ കൊടുക്കാൻ ശ്രമിച്ചതാ. അയാൾ വണ്ടി എടുത്ത് നമ്മുടെ ബാറിന്റെ മുന്നിൽ വന്ന് കിടക്കും. എന്നിട്ട് ബൈക്കാൽ ആരെങ്കിലും വെള്ളം അടിച്ചിട്ട് പോവുകയാണെങ്കിൽ ആൾ ചാടി കയറി പിടിക്കും. അങ്ങനെയാണ് ധൈര്യമായിട്ട് ഇവര് വരുമോ? ഓക്കെ, എന്തായാലും ഞാൻ വിളിക്കാം. ശരി, ഓക്കെ. പസി താങ്ക മുടിയാതെ സാർക്ക് എന്താവത് കൊടുക്കിങ്ങ. എന്റെ അണ്ണാവുക്ക് സാറ് ഒരു കാര്യം പറയാം. അങ്ങോട്ട് മാറി എവിടെയാലും നിന്ന് പിച്ച തുണ്ടിക്കണം കേട്ടോ. ഇവിടെ മുന്നിൽ കണ്ടുപോരുത്. ദൂരെ അത് അവിടെ പോരുന്നു. അങ്ങോട്ട് പോക്കോ. യഥാപത് കൊടുങ്ങയ്യാ. ഇവിടെ കണ്ടുപോരുത് ഞാൻ പറഞ്ഞേക്കാം. എന്നാ ദുഷ്ട അയ്യ. ഇല്ല, എന്റെ സാറേ, എന്റെ സാറിന്റെ ഒരു അഭിനയം. ഇതാ പുതിയതായിട്ട് ചാർജ് എടുത്ത SI അല്ലേ? നമ്മളാ വേഷം മാറി വന്നിരിക്കുക. എനിക്കിട്ടാണ്ട് ആപ്പ് വെക്കാൻ കാണിച്ചു കൊടുക്കാൻ ഞാൻ. എങ്ങനെയുണ്ട്? പിന്നെ പൊളിച്ചില്ലേ? എനിക്ക് സാറിന്റെ ഇനിയും പഠിക്കാൻ കുറെ ഉണ്ട്. റാണി നോക്കിക്കോ, ഇന്ന് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും റാണിക്ക് ഒരു 90% ഞാൻ പഠിപ്പിച്ചു തരും. ആണോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ആ കാലൊന്ന് തൊഴുതോട്ടെ. തൊഴുതോളൂ, പക്ഷെ ഉമ്മയൊന്നും വെച്ച് കളയരുത്. എന്താന്ന്? രണ്ടും കിട്ടലയാ. എന്നാളിയാ ഇത്രയും നേരം എന്റെ കാശിന് സാധനം മേടിച്ച് കുടിച്ചിട്ട് ഞാൻ രണ്ടും കെട്ട കളിയല്ല കളിയാ. അയ്യോ, അളിയനല്ല. ഇതിലുണ്ടായ 2 തീപ്പെട്ടിക്കുള്ളിയും കെട്ടുപോയി. രണ്ടും കെട്ടളിയാ. അതാണോ? അയ്യാ, യഥാപത താങ്കളെയാ. ഇവിടെ വന്നേ. ഇവിടെ വാ. ഞാനാ? Come on. Please come on. അയ്യാ. പിച്ചക്കാരാണെങ്കിൽ പിച്ചക്കാരുടെ സ്ഥാനത്ത് നിൽക്കണം. അല്ലാതെ മാന്യന്മാരുടെ ബൈക്കിൽ ചാരിയല്ല നിൽക്കണ്ടേ. സോറി പറയാനായിരിക്കും. അയ്യോ, സോറി ഒന്നും. സെയിം. നിന്നേ, ഇത് എന്തിനാണ് ഇവന്മാരെ കയ്യിൽ നിന്ന് അടി മേടിച്ച് പിടിക്കുന്നത്? എന്നാലും അവർക്കെന്നെ മനസ്സിലായില്ലല്ലോ. തിരിച്ചൊരു അടി കൊടുത്തൂടെ? വേണ്ട, അവർക്കെന്നെ മനസ്സിലായിട്ടില്ല. അളിയാ, എനിക്കൊരു സംശയം. എന്താ കളിയാ? ഇവര് പിച്ചക്കാരാണോ കള്ളന്മാരാണോ? അമ്മാരെ കണ്ടാലേ അറിയത്തില്ലേ? കള്ളന്മാരാ. കള്ളന്മാര്.
അപ്പൊ ഇവരുടെ പാണ്ടക്കെട്ടിൽ അടിച്ചു മാറ്റിയ സാധനങ്ങളാ. ഷുഗർ. ഷുഗർ. അതെ. എനിക്കോ? അല്ലല്ല, അത് സത്യമാണ്. അപ്പൊ പാണ്ടക്കെട്ട് ഞാൻ എടുക്കും. അളിയൻ പോയി ആണ്ടിപ്പെട്ടി പരിശോധിക്കാൻ പറഞ്ഞെന്ന്. ആണ്ടിപ്പെട്ടിയല്ല പാണ്ടക്കെട്ട് എടുക്കുന്ന പറഞ്ഞത്. അയ്യോ കൊടുക്കരുത്. പാണ്ടക്കെട്ട് വേണം. പാണ്ടക്കെട്ട് വേണം. അതെന്റെ വയറാടാ. അതെന്റെ വയറാ. വയറയ്യാ. അയ്യാ പസിക്കറയ്യാ. ഇല്ല 3 ദിവസമായി പാണ്ടക്കെട്ടാ. ഇല്ല പാണ്ടക്കെട്ടാ. പറ്റൂല. പാണ്ടക്കെട്ടാ. ഓയ്. പാണ്ടക്കെട്ടാ. വിടറോ? വിടറോ? ഞങ്ങളുടെ കള്ളന്മാരെ ഞങ്ങളുടെ സാധനം തല്ലാതെ മയ. എന്റെ ചേച്ചി അത് അക്കാ. ഞങ്ങളുടെ പാണ്ടക്കെട്ട്. തല്ലാതെക്കാ. ഞങ്ങൾ വെറുതെ തന്നെ ഞങ്ങൾ തട്ടിപ്പറിക്കാൻ നോക്കുന്നതാണ്. മാന്യന്മാരായിട്ട് കുടിയന്മാര് കയറി പോകുന്ന സ്ഥലമാ. ബാറിന്റെ ഫ്രണ്ടിൽ കിടന്ന് നിങ്ങൾ ബഹളം വെക്കാൻ കൊള്ളാവടാ. കൊള്ളാവോ? ഇല്ല ചേച്ചി ചേച്ചി എന്ന് വിളിക്കരുതെടി. ചേച്ചി എന്ന് വിളിക്കരുതെടി. എനിക്കത് ഇഷ്ടമല്ല കേൾക്കുന്നത്. അക്കാ തല്ലാതെക്കാ. എന്റെ പാണ്ടക്കെട്ട് കിട്ടിയില്ലയോ? വയ്ക്കാനും ഇവിടുന്ന് മര്യാദയ്ക്ക് വാ. അയ്യോ അത് ഞങ്ങളതാ. ചന്ദ്രൻ എന്തിയെ? ചന്ദ്രനല്ലേ അകത്തുണ്ട്. ചന്ദ്രനുണ്ടോ? ഉണ്ട്. ഇന്ന് അങ്ങനെ കൊരവള്ളി ഞാൻ എടുക്കും. ഞാൻ ശരിയാക്കും. ശരിയാക്കും ഞാനേ. ആഹാ. കുടിക്കരുതെന്ന് പറഞ്ഞതാ. എന്നിട്ട് കുടിക്കാൻ പോയേക്കുന്നു. ഇത് എന്തൊരു ശ്രീയാതാണ്. എന്റെ അമ്മ പ്രാന്താണെന്ന് തോന്നുന്നു എനിക്ക്. അവക്ക് പ്രാന്തല്ല, വെറും പ്രാന്തല്ല, മുഴുപ്രാന്താണ്. അയ്യോ അവള് പോട്ടെ. മൊത്തം കുളവാകുവാണല്ലോ. എന്റെ സാറേ നമ്മള് പാണ്ടക്കെട്ട് അവന്മാര് കൊണ്ടുപോയെന്ന്. ഓണ്ടക്കെട്ട് നീ എന്തിനാ അത് കൊടുത്തത് എന്തിനാണ്? അയ്യോ എന്റെ സാറേ എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. എനിക്ക് സാറിന് മനസ്സിലാവണില്ലാന്ന്. എന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലേ? ഇല്ല എടി ഞാനാണ് എസ് ഐ ആണ്. നോക്കി അതല്ലെന്ന്. പിന്നെ അവന്മാര് നമ്മളെ പാണ്ടക്കെട്ട് കൊണ്ടുപോയി. അവള് കേറി അടിച്ച് ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്ന എനിക്ക് സാറിന് മനസ്സിലാവണില്ലാന്ന്. എന്ത് അവര് തല്ലെങ്കിൽ എന്ത്? എന്നെ ആർക്കും പിടികിട്ടിയില്ലല്ലോ. നടക്കണോ ഇങ്ങോട്ട്? നിങ്ങളെ ശരിയാക്കും. തന്നോട് ഡോക്ടർ എന്തോടെ പറഞ്ഞത്? കള്ളു കുടിക്കരുത് പറഞ്ഞോ. പിന്നെ താനത്തിനോട് കുടിച്ചത്? കുഴപ്പമില്ല, ഡോക്ടറായിട്ട് ഇരുന്നിട്ടാണ് ഞാൻ കള്ളുപിടിച്ചത്. ഡോക്ടർ അതിനകത്തുണ്ടായിരുന്നോ? ഞാനും ഡോക്ടറോട് ഒരുമിച്ചിരുന്ന് ഇന്ന് ഞാൻ അവനെ ഒന്ന് കണ്ടു. നിന്നെ കണ്ടപ്പോഴേ പുള്ളിക്കാരൻ മേശക്കാരിൽ ഒളിച്ച് നീ മലയിളകി വന്ന പോലെയല്ലേ അതിന്റെ അകത്തോട്ട് കയറി വന്നത്. കുടിക്കരുതെന്ന് പറഞ്ഞിട്ട് താനെന്തിനാ പിന്നെ കുടിച്ചത്? ഇനി പേടിക്കണ്ട, ഇന്ന് കള്ളു കുടിച്ചതിന് നമുക്ക് കേടൊന്നും പറ്റില്ല. എന്താ? ഡോക്ടറല്ലേ കൂടെ ഉണ്ടായിരുന്നു. ആ. ഞാൻ ലിവർ ഫിറോസിന്റെ ഗുളികയായിരുന്നു ടച്ചിങ് സൈഡ് ഉപയോഗിച്ചത്. ഹലോ, ലിവർ ഫിറോസ് അല്ല, ലിവർ സീറോ സെക്സ്. സെക്സോ? കടുത്ത് തോന്നിയാസം പറയുന്നു. തോന്നിയാസം പറയുന്നു. തോന്നിയാസം ഇല്ല, ആഹാ, ഇവനാരാ തിരിച്ച് സാറേ കൊടുക്കാൻ? എരുന്ന് മേടിക്കുവാണോ? നമ്മളെ മനസ്സിലായില്ലല്ലോ. ആഹാ, തിരുത്താൻ നടക്കുന്ന നിങ്ങൾ ഇനി കുടിക്കുവോ? ഇല്ല. ഏ? ഇല്ല. ഇനി കുടിക്കുവോ? ഇല്ല, ഇനി കുടിക്കില്ല. എങ്ങാനും നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ചേച്ചിനെ വിളിക്കരുതെന്ന് പറഞ്ഞില്ലേടി? ചേച്ചി അക്കാ, ഞാൻ എന്ത് ചെയ്തു? അങ്ങേറല്ലേ പോയി കുടിച്ചത്, അതിന് എന്നെ തല്ലുന്ന എന്തിന്? അതാരാന്നറിയാവോ? ആ. എന്റെ ഭർത്താവാ. അങ്ങേർക്ക് എന്തിനും പറ്റിയാലോ എന്റെ പിള്ളേർക്ക് തന്തയില്ലാതാവും. പക്ഷെ നിന്നെ തല്ലി എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ചേച്ചി എന്റെ ചേട്ടൻ സത്ത് പോയാ ഞാൻ എന്താ ചെയ്യോ? അയ്യോ, തമിഴ് പോലും മര്യാദയ്ക്ക് പറയാനറിയാത്ത പിച്ചക്കാരി ഒന്നേക്കുന്നവള്. എമ്മേ, നീ നല്ല ഫോമിലാണല്ലോ ഇന്ന്. അമ്മായിമ്മക്ക് ജൂലും കെട്ടിന് അണ്ണനെ കൊടുത്തിട്ടാ ഞാൻ വന്നത്. എന്റെ അമ്മക്കിട്ട് എന്റെ ബാക്കി നിങ്ങൾക്ക് തരാനിരുന്നപ്പോഴാ ഇങ്ങനെ രണ്ടെണ്ണത്തിന് കിട്ടിയത്. വണ്ടി എടുക്ക. വണ്ടി ഇതാ നമ്മളെ. ആണോ? എന്നാ എടുക്കും. ഞാൻ വെച്ചിട്ടുണ്ടോ? ഇതെന്ന് കാണിക്കുന്നേ? അല്ലടി, ഇതിന്റെ താക്കോല് ഹോളിൽ ഈ കയറുന്നില്ല. വീടിന്റെ താക്കോലല്ലയോ ഈ കിടക്കുന്നത്? കിടക്കുന്നത് നീ എന്റെ പൊന്നെ തല്ലരുത്. ആ. കേറിപ്പോ. തുറക്ക്. തുറന്നോ? കേറട്ടോ? കേറട്ടെ ഞാൻ. സെക്രട്ടറി ആ ആ കേറട്ടെ? സൂക്ഷിച്ചിരുന്നോളും. ആ ആ പോ. ആ കുഴപ്പമില്ലല്ലേ? ഏയ്, ആ ഓക്കെ, ഒരു കുഴപ്പമില്ല കേട്ടാ. ആ. അയ്യോ, 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 ഇറങ്ങടി. ഇല്ലടാ. നിർത്തടാ. എന്താ? ഇപ്പനി മാറ്റം. ഇറങ്ങടാ ഇങ്ങോട്ട്. ഇറങ്ങടാ ഇങ്ങോട്ട്. എന്താണ് ഈ കാണിക്കണത്? നിക്കടി. എടീന്നോ? ആ എടിയെന്ന്. ഞാൻ ആരാന്ന് മനസ്സിലാവണം. ഞാൻ ആരാന്ന് നീ മനസ്സിലാവണം. പിച്ചക്കാരനെ
പിച്ചക്കാരനോ ഞാൻ ഇവിടുത്തെ SI ആണ്. എന്താണ് ഛെ, നിർത്തടി. നീ ആരാന്ന് പറഞ്ഞു ഞാൻ ഈ സ്റ്റേഷനിലെ SI ആണ്. അവിടുത്തെ കോൺസ്റ്റബിൾ ആണിത്. കള്ളു കുടിച്ചിട്ട് വരുന്ന ബൈക്ക് ഓടിച്ച് വരുന്നവരെ പിടിക്കാനായിട്ട് വേഷം മാറി നിൽക്കുന്നതാണ് ഞാൻ. നീ ആരാന്നാ പറഞ്ഞു ഞാൻ SI ആണ് ഇവിടുത്തെ. നിന്റെ ഭർത്താവിന്റെ ചിരി ഞാൻ മാറ്റിത്തരാം. നിർത്തടി. ഇനി ചിരിച്ചാ നിന്റെ അണപ്പല്ല് ഞാൻ അടിച്ച് താഴെ ഇടും ഞാൻ. പിന്നെ നീ അടിക്കും നിന്നെ ഞാൻ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ പിച്ചക്കാരൻ പെണ്ണുമ്പളെ കൂടെ ഞങ്ങള് ഉപദ്രവിക്കോ സാറേ. അയ്യോ ഇവൻ മുമ്പേ പറഞ്ഞു ഇവൻ പിച്ചക്കാരനാന്ന്, പിന്നെ പറഞ്ഞ അവന്റെ SI ആണ്. ഇവൻ നിന്ന മൂത്ത ഇവൻ SI ആയെന്നാ പറയുന്നത് സാറേ. ഇവനോ? ഇവനെ ഞങ്ങളെ രക്ഷിക്കണം. കിട്ടൂടി ഈ പിച്ചക്കാരനാണോ SI? യൂണിഫോം കണ്ടറിയില്ല ഞങ്ങളാ പോലീസുകാരെന്ന്. പറഞ്ഞു കൊടുക്കളിയാ. അപ്പൊ സാറ് 2.5 കേട്ട് കൊടു സാർ. ഇടിച്ചെന്റെ ബഹളം ഉണ്ടാക്കല്ലേ പ്ലീസ്. നിങ്ങൾ എല്ലാവരും കൂടെ എന്തിനാ എന്റെ ബാറിന്റെ മുന്നിൽ വന്ന് കിടന്ന് ഈ ബഹളം ഉണ്ടാക്കുന്നത്? ഇവിടെ ഭയങ്കര കോമഡിയാണ്. എന്ത്? ഈ പിച്ചക്കാരൻ പറയണേ അവന് SI ആണ്. നിങ്ങൾ ചിരിക്കണ്ട. ഇത് SI തന്നെയാ. ഇവിടുത്തെ സ്ഥലം SI തന്നെയാ സാറേ. സാറിന് ഞാൻ ആദ്യം ഇവിടെ വന്ന് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി സാർ SI തന്നെയാന്ന്. എന്തിനാ സാർ ഇവിടെ വന്ന് ഈ വേഷം കെട്ടി ഇവിടെ നാട്ടുകാർ റെഡി മേടിച്ച് കെട്ടുന്നത്? അല്ല, എന്നെ ആദ്യം കണ്ടപ്പോഴേ ഇയാൾക്ക് മനസ്സിലായിരുന്നു. അപ്പൊ നേരത്തെ ഇത് പൊളിഞ്ഞാൽ പൊളിഞ്ഞായിരുന്നു. എന്നിട്ടൊന്നും ഒരു വാക്ക് പറയാഞ്ഞത്. ശരിക്കും SI ആണല്ലേ? അതെ അതെ ഈ മേഡം പോലീസിലാണോ? അതെ പോലീസാ. നിനക്ക് ഞാൻ അടിക്കല്ലേ സോറി സാർ. സാറിന് ഇതിന് വല്ല കാര്യമുണ്ടോ? അല്ല, ഞാനൊരു പുതിയ പരീക്ഷണം നടത്തി നോക്കിയതായിരുന്നു. ആണ്, പക്ഷെ ചീറ്റിപ്പോയല്ലേ? തെറ്റിപ്പോയി. അപ്പൊ ഇനി എങ്ങനെയാ സാറ് ചാർജ് എടുക്കുന്നുണ്ടോ? ഇന്നെന്തായാലും ഇല്ല. കാരണം എന്താ അറിയോ, ആ വാക്കല്ലാതെ കുറെ ഇന്ന് മേടിച്ച് കിട്ടി. ഓ അത് ശരി. അപ്പൊ ഇന്ന് എന്തായാലും ഞാൻ ചാർജ് എടുക്കുന്നില്ല. തൽക്കാലം ഞാൻ അകത്ത് വന്ന് 2 ലാർജ് എടുക്കാം. എന്റെ മാറിയെന്ന് സാറ് ധൈര്യമായിട്ട് വരും. ഞാൻ അകത്തുണ്ടാവും. സാർ പോരെ. സാറേ, അപ്പൊ നമ്മൾ ഭിക്ഷക്കാരെ വേഷം വിട്ടോ? ഇത് വട്ടം പൊളിഞ്ഞിട്ട് നിനക്ക് ഇപ്പോഴും വന്ന് മനസ്സിലായില്ല? അണ്ണാ, അണ്ണനല്ല, കാൾമി സാർ. യെസ് സാർ. 2 ലാർജ്.